മാളയിലും കൊടകരയിലും വാഹനാപകടം, ആളപായമില്ല. പറവൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. സുരേഷ് ഗോപിയോട് വിയോജിപ്പ്. വരന്തരപ്പിള്ളിയിലെ കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത BJP പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. റോഡ് പണിക്കായി സൂക്ഷിച്ചിരുന്ന ടാർ ബാരലുകൾ അജ്ഞാതർ കടത്തിക്കൊണ്ടുപോയതായി കരാറുകാരന്റെ പരാതി. അന്നമനട പഞ്ചായത്ത് മലയാങ്കുന്ന് റോഡിന്റെ പണിക്കായി എത്തിച്ച 19 ബാരലാണ് കാണാതായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂർ കൊടകര സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞു കയറി. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. ആളൂർ ഭാഗത്തു നിന്ന് മാള ഭാഗത്തേക്ക് പോയിരുന്ന കാർ കൊമ്പിടിഞ്ഞാമക്കൽ വളവിൽ വെച്ച് സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകട സമയത്ത് സമീപത്ത് ആരുമില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാള ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം വാഹനാപകടം. കോഴി കയറ്റി വന്ന ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ സമീപത്തെ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ച് തകർത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പറവൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും എറണാകുളത്ത് നിന്ന് പറവൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് യാത്രികൻ ബസിനെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു അപകടം. വരന്തരപ്പിള്ളിയിലെ കലങ്ക് സംവാദത്തിൽ പങ്കെടുത്ത BJP പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. BJP പ്രവർത്തകരായ പ്രസാദ്, രാജശ്രീ, സുമേഷ്, ശാലിനി എന്നിവരും കുടുംബങ്ങളുമാണ് പാർട്ടി വിട്ടത്. സംവാദ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത ഇവർ 19-ാം തീയതി കോൺഗ്രസിൽ ചേരുകയായിരുന്നു. ഈ മാസം 18-ാം തീയതിയാണ് വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കലുങ്ക് സംവാദം നടന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടുള്ള വിയോജിപ്പാണ് BJP വിടാൻ കാരണമെന്നും കലുങ്ക് സംവാദത്തിൽ അപമാനിച്ചെന്നും പാർട്ടി വിട്ട പ്രസാദ്, രാജശ്രീ, സുമേഷ്, ശാലിനി എന്നിവർ പറഞ്ഞു. സംവാദ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത ഇവർ 19-ാം തീയതി കോൺഗ്രസിൽ ചേരുകയായിരുന്നു. കലുങ്ക് സംവാദത്തിൽ ഒരു കുടിവെള്ള പ്രശ്നം ഇവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ പ്രശ്നം ഇവിടെയല്ല പറയേണ്ടത്, അത് തന്റെ മേഖലയിൽ വരുന്നതല്ല എന്നുള്ള മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത്. തങ്ങളെ അപമാനിക്കുന്ന മറുപടിയാണിതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. 3 കുടുംബങ്ങളാണ് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. BJP ഭരിക്കുന്ന വാർഡിലാണ് ഇവർ താമസിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലടക്കം BJPക്ക് മുന്നേറ്റമുണ്ടാക്കി കൊടുത്ത വാർഡിൽ നിന്നുള്ള സജീവ പ്രവർത്തകരാണ് പാർട്ടി വിട്ടത്. KPCC അംഗമായിട്ടുള്ള നിഖിൽ ദാമോദരന്റെ നേതൃത്വത്തിൽ ഇവർക്ക് അംഗത്വം നൽകി. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. റോഡ് പണിക്കായി സൂക്ഷിച്ചിരുന്ന ടാർ ബാരലുകൾ അജ്ഞാതർ കടത്തിക്കൊണ്ടുപോയതായി കരാറുകാരന്റെ പരാതി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കരാറുകാരൻ പോലീസിൽ പരാതി നൽകി. അന്നമനട പഞ്ചായത്ത് മലയാങ്കുന്ന് റോഡിന്റെ പണിക്കായി എത്തിച്ച 19 ബാരലാണ് കാണാതായത്. പഞ്ചായത്ത് മരാമത്ത് ജോലികൾക്കായി സൂക്ഷിച്ചിരുന്ന ടാർ ബാരലുകൾ മോഷണം പോയതായി പരാതി. അന്നമനട പഞ്ചായത്തിലെ മലയാക്കുന്നിൽ റോഡ് പണിക്കായി സൂക്ഷിച്ചിരുന്ന 50 ബാരൽ ടാറുകളിൽ നിന്ന് 19 എണ്ണം ബാരലുകളാണ് മോഷണം പോയതായി പൊതുമരാമത്ത് കരാറുകാരൻ പരാതിപ്പെടുന്നത്. അന്നമനട വില്ലേജ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ബാരലുകൾ ഇറക്കി വെച്ചിരുന്നത്. ഒരാഴ്ച മുൻപ് രാത്രിയിൽ പ്രദേശത്തൊരു വാഹനം വന്നതായും ബാരലുകൾ കയറ്റിപ്പോയതായും പ്രദേശവാസികൾ കണ്ടെന്ന് കരാറുകാരൻ മാള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, മാള. തൃശൂർ മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ റോഡ് തടഞ്ഞ കബാലിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വനം വകുപ്പ്. തമിഴ്നാട് സ്വദേശികളാണ് ആനയ്ക്ക് തൊട്ടരികിൽ വാഹനം ഓടിച്ചെത്തി പ്രകോപനം സൃഷ്ടിച്ചത്. ഇവരുടെ വാഹനം തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളതാണെന്ന് കണ്ടെത്തി. ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ റോഡിലിറങ്ങിയ കാട്ടുകൊമ്പൻ കബാലിയെ യാത്രക്കാർ പ്രകോപിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്പലപ്പാറയ്ക്കും വാൾഹൌസിനും സമീപത്തായിരുന്നു സംഭവം. തമിഴ്നാട് സ്വദേശികളായ യാത്രക്കാരാണ് റോഡിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടുകൊമ്പൻ കബാലിയെ പ്രകോപിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യം പ്രചരിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുള്ളപ്പോഴായിരുന്നു സംഭവം. ഇക്കാര്യവും അന്വേഷിക്കും. பின்னாடி வாங்க பின்னாடி வாங்க பின்னாடி வாங்க பின்னாடி வாங்க பின்னாடி வாங்க பின்னாடி வாங்க பின்னாடி வாங்க
பின்னாடி போறான். அந்த மரத்தை மரம் மகட்டிடும். அது வேலைக்காகாதுன்னா அது அந்த கட்டை மட்டும் கொஞ்சம் தள்ளி போட்டுல இருங்க. தள்ளி போட்டு இல்லன்னா அது சார்ஜ் ஒண்ணுதான். മീഡിയ ടൈം ചാലക്കുടി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള ഉപജില്ല ശാസ്ത്രോത്സവത്തിന് തുടക്കം. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രോത്സവം MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറിയ ലോകത്തല്ല ജീവിക്കുന്നത്, ഒരു ചെറിയ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കിട്ടുന്ന അറിവുകളെ എല്ലാം നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന സാധ്യതകൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. പഴയ കാലത്ത് അതൊന്നുമല്ല, ഒരു സാധ്യതയുണ്ടായില്ല. കെമിസ്ട്രി എടുക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഉപകരണങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഫിസിക്സ് എടുക്കുമ്പോൾ ഉപകരണം ഉണ്ടായിരുന്നു. ജീവശാസ്ത്രം എടുത്ത് പഠിക്കുമ്പോൾ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു വന്ന ആളുകളാണ്. ഇന്നതല്ലല്ലോ. ഇന്ന് ലോകത്തെ എല്ലായിടത്തെയും കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് എല്ലാ സാധ്യതകളുണ്ട്. ആ രീതിയിലേക്ക് അമേരിക്കയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ബ്രിട്ടനിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചൈനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കേരളത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എത്രയോ മാറ്റങ്ങളെന്ന് ശാസ്ത്രലോകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. AI-യിലൂടെ നമ്മൾ തന്നെ വേണ്ടാത്ത രീതിയിൽ മനുഷ്യനെ തന്നെ നാളെകളിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിട്ട് മാറുന്ന ഒരു ലോകമാണ്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, നബിസത്ത് ജലീൽ, മാള AEO KK സുരേഷ്, US ജയലക്ഷ്മി, KV രഘു, G അനിൽകുമാർ, PS അഭിലാഷ്, സുറുമി നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 90 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. അന്നമനട ഗവൺമെന്റ് UP സ്കൂളിൽ SSK ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ച പുതിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലാണ് ഈ 3 ഉദ്ഘാടനം തൊട്ടടുത്ത് നടക്കുന്നത്. ഇന്ന് ശാസ്ത്രോത്സവങ്ങളിലാണ് വരുന്നത്. അടുത്തത് മുനിസിപ്പാലിറ്റിയിൽ ഒരു ഉദ്ഘാടനം സമയം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. വികസനത്തിലേറെ നമുക്ക് ഈ മേഖലയിൽ അന്നമനടയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഫണ്ട് കൃത്യമായിട്ട് സർക്കാർ തലങ്ങളിൽ അനുവദിക്കും. ഒരു സ്കൂൾ പോലും ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ സ്കൂളിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷനായ ചടങ്ങിൽ SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ രമേശ് പദ്ധതി വിശദീകരണം നടത്തി. എഞ്ചിനീയറും കോൺട്രാക്ടറുമായ ബിജി രമേശിനെ ചടങ്ങിൽ ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഇക്ബാൽ, മഞ്ജു സതീശൻ, വാർഡ് മെമ്പർ ഷീജ നസീർ, മെമ്പർമാരായ MU കൃഷ്ണകുമാർ, സുരേഷ്, PTA പ്രസിഡന്റ് ദിവ്യ രമേശ് എന്നിവർ സംസാരിച്ചു. നാടകപ്രവർത്തകരായിരുന്ന മോഹൻ രാഘവന്റെയും KK സുബ്രഹ്മണ്യന്റെയും സ്മൃതി സംഗമം കുഴുക്കാട്ടുശ്ശേരി ഗ്രാമ്യകയിൽ നടന്നു. നാടക ചലച്ചിത്ര നടൻ മുരുകൻ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു. നാടകം എന്താണെന്നും നാടകത്തെ എങ്ങനെ ബഹുമാനിക്കണമെന്നും നാടകത്തെ എങ്ങനെ പ്രണയിക്കണമെന്നും നാടകം എൻ്റെ തൊഴിലല്ല, നാടകം എൻ്റെ ജീവന്റെ ഭാഗമാണെന്നും കരുതി സ്വീകരിച്ച ഒരു മഹാവൈദ്യന്റെ ശിക്ഷാവാൻ കഴിഞ്ഞ പുണ്യമാണ് എന്നെ നടത്തുന്നതും. കുഴുക്കാട്ടുശ്ശേരി ഗ്രാമിക ഏർപ്പെടുത്തിയ നാടക പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി നാടക സംവിധായകൻ ജോബ് മടത്തിലിന് സമർപ്പിച്ചു.
10,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. നാടക നടൻ ജയചന്ദ്രൻ തകഴിക്കാരനെ വേദിയിൽ ആദരിച്ചു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ അധ്യക്ഷനായി. നാടക പ്രവർത്തകരായ TV ബാലകൃഷ്ണൻ, KB ഹരി, ഡോക്ടർ MS സുരഭി, മാളു ആർദാസ്, സുരേഷ് മുട്ടത്തി, TS ജനീഷ്, സെക്രട്ടറി VR മനുപ്രസാദ്, ട്രഷറർ C മുകുന്ദൻ, അനീഷ് ഹാറൂൺ, റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ തൃശൂരിൽ ദേശീയപാതയോരത്തെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കൊടകര പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലാണ് വെള്ളം കയറിയത്. കോമ്പാത്ത് രാജുവിന്റെ വീട്ടിലേക്കും ബിജുവിന്റെ വ്യാപാര സ്ഥാപനത്തിലേക്കുമാണ് വെള്ളം കയറിയത്. ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണ് ഇത്തരത്തിൽ വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള കഥാ കവിതാ രചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും സാംസ്കാരിക സമ്മേളനവും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് മുഖ്യാതിഥിയായിരുന്നു. കൺവീനർ സന്തോഷ് കിഴക്കിനിയോടം, കഥാകൃത്ത് ശശി ആനന്ദപുരം, വായനശാല നേതൃസമിതി പ്രസിഡന്റ് MK ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വകർമ്മ സുവർണക്കാർ സംഘം ചാലക്കുടി മേഖല വാർഷികവും കുടുംബ സംഗമവും നടത്തി. ഇതിന്റെ ഭാഗമായി മാള ബിലീവേഴ്സ് മെഡിസിറ്റി ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് AK പ്രകാശൻ അധ്യക്ഷനായി. നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, മുരളി ചാലക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജോയ് മുത്തേടൻ, മാധ്യമരംഗത്തെ മികവ് പരിഗണിച്ച് ജക്സ് എന്നിവരെ ആദരിച്ചു. VG മനോജ്, KK ശശികുമാർ, രാധാ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. കോവിഡിനെ തുടർന്ന് അപ്രത്യക്ഷമായി ഹൃദയാഘാതം മൂലം മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൃദയ പുനർജീവന പരിശീലനം നൽകുമെന്ന് ഭാരവാഹികൾ ചാലക്കുടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനായി എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 12-ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പരിശീലനം നൽകും. ആശുപത്രികളിൽ സർക്കാർ ഓർഡർ പ്രകാരമുള്ള സുരക്ഷിത സംവിധാനം ഏർപ്പെടുത്തണമെന്നും അവയവദാനത്തിന് സംസ്ഥാന ഡെപ്പോസിറ്ററി തുടങ്ങണമെന്നും ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ IMA ചാലക്കുടി മേഖല പ്രസിഡന്റ് ഡോക്ടർ ജോസ് കുര്യൻ, ഡോക്ടർ ജോജിൻ ജോർജ് തോട്ടാൻ, ഡോക്ടർ തിലകൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിലും കൊടകരയിലും വാഹനാപകടം, ആളപായമില്ല. പറവൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. സുരേഷ് ഗോപിയോട് വിയോജിപ്പ്. വരന്തരപ്പിള്ളിയിലെ കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത BJP പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. റോഡ് പണിക്കായി സൂക്ഷിച്ചിരുന്ന ടാർ ബാരലുകൾ അജ്ഞാതർ കടത്തിക്കൊണ്ടുപോയതായി കരാറുകാരന്റെ പരാതി. അന്നമനട പഞ്ചായത്ത് മലയാങ്കുന്ന് റോഡിന്റെ പണിക്കായി എത്തിച്ച 19 ബാരലാണ് കാണാതായത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.